ഞാൻ രമേഷ് ഗോപാൽ. തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇത് കേരളത്തിന്റെ അതിജീവനത്തിന്റെ ആഘോഷവേദിയെന്നും മുഖ്യമന്ത്രി. കലാപ്രകടനം എന്നതിലുപരി അതിജീവനത്തിന്റെ കൂടി നേർക്കാഴ്ചയാവുകയാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അതിജീവിച്ച വെള്ളാർമല GHSSലെ വിദ്യാർത്ഥികൾ ഉദ്ഘാടന വേദിയിൽ സംഘനൃത്തം അവതരിപ്പിക്കാനെത്തിയത് അതീവ സന്തോഷകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏറ്റവും വലിയ കൗമാര ഉത്സവമായി വളർന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കം കൊടുക്കുന്നു. ഈ നാളിൽ 15,000-ഓളം കലാപ്രതിഭകളാണ് മാറ്റിവെക്കുന്നത്. നേരത്തെ പറഞ്ഞു 25 വേദികളിലാണ് കലാമേളകൾ. എല്ലാവർക്കും വിദ്യാശംസകൾ. ഈ കലോത്സവത്തോടൊപ്പം സംസ്കൃതോത്സവം, അറബിക് സാഹിത്യോത്സവം എന്നിവ കൂടി നടത്തുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനതയുടെ 5 നൃത്തരൂപങ്ങൾ കൂടി മത്സരങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന കലകളുടെയും ക്ലാസിക് കലകളുടെയും എല്ലാം സംഗമവേദിയാവുകയാണ് ഈ കലോത്സവം. ഏറെ അഭിമാനകരമാണ്. കേരളത്തിലെ കലാ സാംസ്കാരിക രംഗത്തെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം സംഭവിച്ച വർഷമാണ് കടന്നുപോയിരിക്കുന്നത്. എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, പത്രാധിപർ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ MT വാസുദേവൻ നായർ വിടവാങ്ങിയ വർഷമാണ് കടന്നുപോയത്. ഈ വേദിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. കേരളത്തെ ആകെ ദുഃഖത്തിലാക്കിയ മുണ്ടക്കൈ ചുരൽമല ദുരന്തം നടന്നത് കഴിഞ്ഞ വർഷമാണ്. അതിൻ്റെ ആധാരത്തിൽ അവിടെ നിന്ന് കുട്ടികളുടെ പഠനം മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. അതിനെ മറികടക്കാനുള്ള സത്വരമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയി. കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ കിട്ടിയും പഠനോപകരണങ്ങൾ ലഭ്യമാക്കിയും നാം അവരെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും. ആ ദുരന്തത്തെ അതിജീവിച്ച വെള്ളാർമല GHSലെ വിദ്യാർത്ഥികൾ ഇന്ന് ഈ വേദിയിൽ സംഘനൃത്തം അവതരിപ്പിക്കുന്നു. ആ നിലയ്ക്ക് കലാപ്രകടനം എന്നതിനുപരി അതിജീവനത്തിൻ്റെ കൂടി നേർക്കാഴ്ചയാവുകയാണ് ഈ കലോത്സവ വേദി എന്നത്. ഉണ്ടാകുന്ന കലാരൂപങ്ങളുടെ വൈവിധ്യ സമൃദ്ധികൊണ്ടാണ്. ഒരു വൈവിധ്യവുമില്ലാത്ത ഏകതാനതയാണ് കലോത്സവത്തിൻ്റെ മുഖമുദ്രയെങ്കിൽ അതെത്ര വിരസമായിരിക്കും. ഇത് കലയുടെ കാര്യത്തിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ ആകെക്കാര്യത്തിൽ പ്രസക്തമാണ്. കലോത്സവങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള പരസ്പര സ്നേഹവും സാഹോദര്യവും സഹവർത്തിത്വവും ഐക്യവുമെല്ലാം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ്. ഏവർക്കും നല്ല കലയുടെ ദിവസങ്ങൾ ആശംസിക്കുന്നു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നിറഞ്ഞ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.
ഒരു ദേശത്തിലെ മുഴുവൻ കൗമാര പ്രതീക്ഷകളും വർഷത്തിലൊരിക്കൽ ഒരിടത്ത് ഒത്തുകൂടി മികവ് പ്രകടിപ്പിക്കുന്ന രീതി ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന കാര്യം സംശയമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു തലമുറയുടെ മുഴുവൻ സർഗവൈഭവവും ആശകളും പ്രതീക്ഷകളും ആശയലോകവും ആദർശ ലോകവുമാണ് ഇവിടങ്ങളിൽ മാറ്റുരയ്ക്കപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനതയുടെ 5 നൃത്തരൂപങ്ങൾ കൂടി മത്സര ഇനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രാക്തന കലകളുടെയും ക്ലാസിക് കലകളുടെയും സംഗമവേദിയാവുകയാണ് ഈ കലോത്സവമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. MT വാസുദേവൻ നായരുടെ കലാസൃഷ്ടികൾക്ക് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്ന വേദിയാണ് സ്കൂൾ കലോത്സവമെന്ന് അനുസ്മരിച്ച മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചു. കലോത്സവ വേദികളിൽ മാറ്റുരച്ച നിരവധി പ്രതിഭകൾ കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ പിന്നീട് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ആ ബൃഹത് പാരമ്പര്യം ഉൾക്കൊണ്ട് വേണം ഈ കലോത്സവങ്ങളിൽ പങ്കെടുക്കാനെന്ന് മുഖ്യമന്ത്രി മത്സരാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. നമ്മുടെ നാടിന്റെ സാംസ്കാരിക ഉന്നമനത്തിനായി നാളെ ഈ സമൂഹത്തെ നയിക്കേണ്ടവരാണ് എന്ന ബോധ്യത്തോടെ വേണം കുട്ടികൾ മേളയിൽ പങ്കെടുക്കാൻ. ഈ കലോത്സവത്തിലെ പങ്കാളിത്തമാണ് വിജയത്തേക്കാൾ വലിയ നേട്ടമെന്ന തിരിച്ചറിവ് ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മനുഷ്യർ പൊതുവെ ഉത്സവപ്രിയരാണ്. ജീവിത ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പോലും ജീവിതം ഒരു ഉത്സവമാക്കുന്നതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. അത്തരം സ്വപ്നങ്ങളാണ് വലിയ ജനകീയ വിപ്ലവങ്ങൾക്കും സാമൂഹ്യ വ്യവസ്ഥാ മാറ്റങ്ങൾക്കും വഴിവെച്ചിട്ടുള്ളത്. ഉത്സവങ്ങൾ കൗമാരക്കാരുടെയും യുവജനങ്ങളുടേതുമാകുമ്പോൾ അതിന് കൂടുതൽ ഓജസ്സും ഊർജ്ജസ്വലതയും കൈവരുന്നു. പഠന പ്രക്രിയയ്ക്ക് പുറത്തുള്ള സംഗതിയാണ് കലാസാഹിത്യത്തെ പ്രവർത്തനങ്ങളെന്ന കാഴ്ചപ്പാടിന് ഇന്ന് മാറ്റം വന്നിട്ടുണ്ട്. കേവലം വൈജ്ഞാനിക വികാസം മാത്രമല്ല, മറിച്ച് കുട്ടിയുടെ കലാപരവും കായികപരവുമായ കഴിവുകളുടെയും വ്യക്തിത്വത്തിൻ്റെയും സർവ്വതല സ്പർശിയായ വികാസമാണ് വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ അവിഭാജ്യമായ ഘടകമാണ് കലാസാഹിത്യ പ്രവർത്തനങ്ങളും അതിൻ്റെ മൂർത്തീഭാവമായ ഇത്തരം മേളകളും. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായ ചടങ്ങിൽ മന്ത്രിമാരായ GR അനിൽ, K രാജൻ, AK ശശീന്ദ്രൻ, വീണ ജോർജ്, മേയർ ആര്യ രാജേന്ദ്രൻ, ജോൺ ബ്രിട്ടാസ് MP, MLA-മാരായ കടകംപള്ളി സുരേന്ദ്രൻ, B ജോയ്, ആന്റണി രാജു, VK പ്രശാന്ത്, IB സതീഷ്, M വിൻസെന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് D സുരേഷ് കുമാർ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S ഷാനവാസ്, ജില്ലാ കളക്ടർ അനുകുമാരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.